മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. ഇന്ത്യയിൽ അഭയം തേടിയ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനെ വിട്ടു നൽകണമെന്ന് ബംഗ്ലാദേശ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ബംഗ്ലാദേശ് ഇന്ന് രേഖാമൂലം ഇതിനായി ആവശ്യപ്പെടുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്നലെയാണ് ഇന്റർനാഷണൽ ക്രൈം ട്രിബ്യൂണൽ വധശിക്ഷ വിധിച്ചത്. ഹസീന മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യം ചെയ്തെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. 2024 ഓഗസ്റ്റ് 5-നുണ്ടായ കലാപത്തിൽ 1400 പേർ കൊല്ലപ്പെടുകയും 24,000 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ ബംഗ്ലാദേശ് വിട്ട ഹസീന ഇന്ത്യയിൽ അഭയം തേടുകയായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്ത്യയിൽ അഭയം നേടിയ ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനെ വിട്ടു നൽകണമെന്ന ആവശ്യം ബംഗ്ലാദേശ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 5-നുണ്ടായ കലാപത്തിൽ 1400 പേരാണ് കൊല്ലപ്പെട്ടത്. ഇതിന് കാരണം ഷെയ്ഖ് ഹസീനയാണെന്നായിരുന്നു അന്ന് കലാപകാരികൾ ചൂണ്ടിക്കാട്ടിയത്. ഇതിന് പിന്നാലെയായിരുന്നു ബംഗ്ലാദേശ് വിടാനുള്ള തീരുമാനത്തിലേക്ക് മുൻ പ്രധാനമന്ത്രി എത്തുന്നത്. ഇന്ത്യയിൽ അഭയം തേടിയ ഹസീനയെ കൈമാറണമെന്ന മുഹമ്മദ് യൂനൂസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ പലതവണ ഇന്ത്യയ്ക്ക് ആവശ്യപ്പെട്ടെങ്കിലും ഇതുവരെ അനുകൂലമായ ഒരു പ്രതികരണം ഉണ്ടായിരുന്നില്ല. ഈ സാഹചര്യത്തിൽ കൂട്ടക്കൊല, വധശ്രമം, മനുഷ്യാവകാശ ലംഘനം തുടങ്ങിയ കുറ്റകൃത്യങ്ങളാണ് ഹസീനയ്ക്കെതിരെ ചുമത്തിയിരുന്നത്. ഹസീന എവിടെയായാലും ശിക്ഷ നടപ്പാക്കുമെന്നാണ് ബംഗ്ലാദേശ് ഭരണകൂടം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ട്രൈബ്യൂണൽ വിധിക്ക് പിന്നാലെ ബംഗ്ലാദേശിൽ വ്യാപകമായ ആക്രമണമാണ് നടത്തുന്നത്. ഇന്ത്യയിൽ അഭയം തേടിയ ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രിയായ ഷെയ്ഖ് ഹസീനെ വിട്ടു നൽകണമെന്നാണ് ബംഗ്ലാദേശ് രേഖാമൂലം ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്നലെയായിരുന്നു ഇന്റർനാഷണൽ ക്രൈം ട്രിബ്യൂണൽ വധശിക്ഷ വിധിച്ചത്. ഹസീന മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യം ചെയ്തെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. 2024 ഓഗസ്റ്റ് 5-നാണ് ബംഗ്ലാദേശിൽ കലാപം ഉണ്ടാകുന്നത്. 1400 പേരുടെ മരണത്തിനിടയാക്കിയ കലാപം, കൂടാതെ 24,000-ഓളം പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം, ഇതിനെല്ലാത്തിനും പിന്നിൽ ഷെയ്ഖ് ഹസീനയാണ് എന്നായിരുന്നു കലാപകാരികൾ അടക്കമെന്ന് ഉന്നയിച്ചത്. ഇപ്പോൾ കോടതി വിധി വന്നതിന് പിന്നാലെ ഷെയ്ഖ് ഹസീന എവിടെയാണെങ്കിലും വധശിക്ഷ നടപ്പാക്കും, അല്ലെങ്കിൽ കോടതി ഉത്തരവ് നടപ്പാക്കുമെന്നാണ് ബംഗ്ലാദേശ് ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് ഷെയ്ഖ് ഹസീനെ വിട്ടു നൽകണമെന്ന ആവശ്യം ഇന്ത്യക്ക് രേഖാമൂലം ബംഗ്ലാദേശ് അറിയിച്ചിരിക്കുന്നത്. ഇന്നലെയായിരുന്നു ഇത്തരത്തിൽ കോടതിയുടെ ഒരു വിധി പുറത്തു വന്നത്. ഇതിന് പിന്നാലെയാണ് ബംഗ്ലാദേശ് ആവശ്യം അറിയിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പും ഇത്തരത്തിൽ ഷെയ്ഖ് ഹസീനെ വിട്ടു നൽകണമെന്ന് പല ആവർത്തി ബംഗ്ലാദേശ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അന്നൊന്നും ഇന്ത്യ ഇത് കൂട്ടാക്കിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കോടതി വിധി വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഷെയ്ഖ് ഹസീനെ വിട്ടു നൽകണമെന്ന ആവശ്യം ബംഗ്ലാദേശ് ശക്തമാക്കിയിരിക്കുന്നത്. കൂട്ടക്കൊല, വധശ്രമം, മനുഷ്യാവകാശ ലംഘനം തുടങ്ങിയ കുറ്റകൃത്യങ്ങളായിരുന്നു ഹസീനയ്ക്കെതിരെ ചുമത്തിയിരുന്നത്. ഹസീന എവിടെയായാലും ശിക്ഷ നടപ്പാക്കുമെന്ന് തന്നെയാണ് ബംഗ്ലാദേശ് ഭരണകൂടത്തിന്റെ തീരുമാനം.